ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുറെ കാലം നാടോടി കുടിൽ കഴിഞ്ഞല്ലേ, ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും. മോളെ രാധികെ, നീ എന്താ ഇത് കേട്ടിട്ടൊന്നും പറയാത്തെ? ഞാൻ വീട്ടിലെ കാര്യം ആലോചിക്കാമേ. അച്ഛനും അമ്മയും ഇതറിയുമ്പോ അവർക്കിതെങ്ങനെ സഹിക്കാൻ പറ്റും? ഞങ്ങൾക്ക് കുഞ്ഞിക്കാല് കാണാൻ സമയമായോന്ന്. അല്ല അപ്പൊ ശരിക്കും ഇല്ലേ? അങ്ങനെയൊന്നും ഇല്ല. അല്ല പിന്നെന്തിനാ അമ്മ ഇപ്പൊ അങ്ങനെ ചോദിച്ചേ? അതതിലും വിശേഷം. സാധാരണ അച്ഛന്മാരും അമ്മമാരും സ്വപ്നം കണ്ടിട്ട് നിനക്ക് വല്ല വിശേഷം ഉണ്ടോന്ന് വിളിച്ചു ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇത് അമ്മയോട് മുത്തശ്ശി പറഞ്ഞൂന്ന്. വീട്ടിലൊരു തൊട്ടില് കെട്ടാൻ സമയായിന്ന്. ദേവനോട് കുറച്ച് കാശൊക്കെ കരുതി വെച്ചോളാൻ പറയാൻ. അത് കേട്ടപ്പോ അമ്മയ്ക്ക് തോന്നി എനിക്ക് വിശേഷം ഉണ്ടെന്ന്. ഈ മുത്തശ്ശിക്ക് എന്താ ഇതിലൊക്കെ കാര്യം? ആ നാശം പിടിച്ച തള്ള പറഞ്ഞാണെങ്കിൽ അത് കുഴപ്പം പിടിച്ച എന്തോ കാര്യത്തിന് വേണ്ടിയുള്ളതായിരിക്കും. ഇതിപ്പോ അമ്മ ചോദിച്ചാലല്ല, താൻ എനിക്ക് പ്രതീക്ഷ വന്നതല്ല. ആഹാ, ഒരു കാര്യം പറഞ്ഞു തരുന്നതിന് മുമ്പ് പ്രതീക്ഷയും കൊണ്ട് നടക്കാൻ ആരാ പറഞ്ഞേ? അച്ഛനും അമ്മയ്ക്ക് അല്ല, അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ സങ്കടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. നമുക്ക് ആ ആഗ്രഹം എന്ന് സാധിച്ചു കൊടുത്താലോ? ആ തുടങ്ങി. മുൻപ് മുത്തശ്ശിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കലായിരുന്നു. ഇപ്പൊ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കലായി. ഓ, അതൊക്കെ സമയത്ത് നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ സമയ നല്ല ഇടിയിട്ടാത്തിന്റെ കുഴപ്പാ. എനിക്ക് ജോലിയുണ്ട്, ഞാൻ പോകും. താനവിടെ നിന്നേ. എന്തിനാ? അല്ല, അമ്മയെ അധികം വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ. പോടാ കൊള്ളാം. നിങ്ങൾ രണ്ടും എന്താ ഇങ്ങോട്ട് പോന്നേ? എന്തായി അവളുടെ കാര്യം? പ്രിയങ്കയ്ക്ക് ഡിസ്ചാർജാ. എന്നിട്ട് സുകുമാരി അവളെ കൂട്ടിക്കൊണ്ടുപോവാന്ന് സമ്മതിച്ചോ? അങ്ങനെയാണെങ്കിൽ നന്നായി. ദേവനാരായണൻ തിരുമേനിയെ വിളിച്ചിട്ട് പ്രിയങ്ക ഇനി ഒരു കാരണവശാലും കണിമംഗലത്തേക്ക് വരാൻ പാടില്ലെന്ന് പറയണം. അല്ല, നിങ്ങളുടെ രണ്ടുപേരുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട് മുത്തശ്ശി. വരുൺ, ഒന്നിങ്ങോട്ട് വന്നേ. എന്ത് പ്രശ്നം? അവര് വരട്ടെ. വരുണിന്റെ അധികം വന്നിട്ട് ഞാൻ പറയാം. മോളെ പത്മിനി, എന്താടി അവിടെ വേറെ വല്ല പ്രശ്നം ഉണ്ടായോ? അവള് ആ സുകുമാരി വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? പ്രിയങ്കയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ടമ്മേ? ഇന്ന് ഡിസ്ചാർജാ. ആ, അമ്മ അവളോട് സംസാരിച്ചോ? എന്നെ ചോദിച്ചോ അവള്? ഈ പഴയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ? അമ്മ എന്താ ഒന്നും പറയത്തെ? വരുൺ, വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഏത് തരത്തിലാണ് നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്നുള്ള പേടിയില്ല ഞാനും അമ്മയും. എന്താ ഏട്ടൻ കാര്യം പറ. എന്താന്ന് പറയട്ടെ. സൂര്യ ചോദിച്ചത് കേട്ടില്ലേ? കുറച്ചു മുമ്പ് ഡോക്ടർ ഞങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയങ്ക 3 മാസം ഗർഭിണിയാ. എന്തൊക്കെയാടാ ഈ പറയുന്നേ? അത് എങ്ങനെ സംഭവിക്കാനാ? ശരിയാ അമ്മേ,
ടെസ്റ്റുകൾക്ക് ശേഷമാണ് ഡോക്ടർ പറഞ്ഞത്. നിങ്ങൾക്ക് ഇന്ന പ്രാന്തുണ്ടോ? അതാ സുകുമാരി മുത്തശ്ശി പറയിപ്പിച്ചതായിരിക്കും. എന്ത് കുതന്ത്രം അവർക്ക് അറിയാത്തത്? അമ്മേ, പ്രിയങ്കയെ നമ്മൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെന്നാണല്ലോ അവർ കരുതിയിരിക്കുന്നത്. അതിന് പകരം നമ്മളെന്ത് പേടിപ്പിക്കണ്ടേ? വരുൺ, ഈ പറഞ്ഞ കാര്യം സത്യമാണെങ്കിലോ, അവളുടെ വയറ്റിൽ അങ്ങനെ ഒരു കുഞ്ഞ് വളരുന്നുണ്ടെങ്കിലോ? അവളുടെ വയറ്റിൽ അങ്ങനെ ഒരു കുഞ്ഞു വളരുന്നുണ്ടെങ്കിൽ അവക്ക് ഓർമ്മ വരുമ്പോ അവളോട് തന്നെ ചോദിക്കട്ടെ. കുറെ കാലം നാടോടി കുടിയിൽ കഴിഞ്ഞല്ലേ, ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും. മോളെ രാധികെ, നീ എന്താ ഇത് കേട്ടിട്ടൊന്നും പറയാത്തെ? ഞാൻ വീട്ടിലെ കാര്യം ആലോചിക്കാമേ. അച്ഛനും അമ്മ ഇതറിയുമ്പോ അവർക്കിതെങ്ങനെ സഹിക്കാൻ പറ്റും? എത്ര കാലമായിട്ട് ഓരോരോ പ്രശ്നങ്ങളായിട്ട് അച്ഛന്റെ അമ്മയുടെ മുൻപിൽ എത്താൻ തുടങ്ങിയിട്ട്. എന്റെ ആഗ്രഹങ്ങൾക്ക് സാധിച്ചെന്നുള്ള സമാധാനത്തില ആ പാവങ്ങൾ ഇപ്പൊ കുറച്ചു നേരമെങ്കിലും സമാധാനമായിട്ട് ഉറങ്ങുന്നത്. പക്ഷെ സ്വന്തം മോളുടെ ഈ അവസ്ഥ അറിഞ്ഞ പിടിച്ചു നിൽക്കാൻ പറ്റും അവരെ കൊണ്ട്? മോളെ, ചില വേദനിപ്പിക്കുന്ന സത്യങ്ങള് ചിലപ്പോ നമുക്ക് ഉൾക്കൊള്ളേണ്ടി വരും. ബോധമില്ലാതെ ആ കൂട്ടത്തിന്റെ ഇടയിൽ കൂടി നടന്നപ്പോ എന്തെങ്കിലും പറ്റിപ്പോയതായിരിക്കും. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോ ഉള്ളില് നല്ല വിഷമമുണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുത്തശ്ശി, സുകുമാരി മുത്തശ്ശി ഇപ്പോഴും തർക്കിക്കുന്ന ഒരു കാര്യമുണ്ട്. നിയമപരമായി വരുണിന്റെ ഭാര്യയാണ് ആ പ്രിയങ്ക എന്ന്. അതിനുള്ള ശ്രമങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ കണ്ടതുമല്ലേ? ഒരു പക്ഷെ പ്രിയങ്കയുടെ വയറ്റി വളരുന്ന കുഞ്ഞ് വരുണിന്റേതാണെന്നൊരു ആരോപണം എങ്ങനെ വന്ന? ഏട്ടൻ എന്ത് ഭ്രാന്തായി പറയുന്നത്? എന്റെ പേരിൽ ആരോപണം ഉന്നയിക്കാൻ അവർക്ക് എങ്ങനെ സാധിക്കുന്നത്? ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ടോ? വെറുതെ നാണം കെട്ട കാര്യങ്ങൾ സംസാരിക്കണ്ട. മോനെ, ഹോസ്പിറ്റലിൽ ഏതൊക്കെ തരത്തിൽ സുകുമാരി എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് നിനക്കറിയില്ല. നമ്മുടെ കുടുംബത്തിന്റെ നാണക്കേടൊന്നും സുകുമാരി അമ്മയ്ക്ക് പ്രശ്നമല്ല. അതാ ഞങ്ങൾ പേടിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാനും രാധയും കൂടെ ഇപ്പൊ തന്നെ ആറ്റുശ്ശേരിയിലേക്ക് പോവാം. അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം. ഒരു കാരണവശാലും ഇതിന്റെ പേരിൽ സുകുമാരി മുത്തശ്ശി ഈ വീട്ടിൽ എത്തരുതെന്ന് പറയാം. അത് തന്നെയാ നല്ല തീരുമാനം. മോളെ രാധികെ, അച്ഛനോടും അമ്മയോടും നിങ്ങൾ ചെന്ന് പറയണം. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ നോക്കും.